നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിജയം ഈ നക്ഷത്രക്കാർക്ക് കൂടി നിൽക്കുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ കാലം തള്ളി നീക്കിയ ആളുകളായിരിക്കാം. എത്ര തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ദുഃഖവും ദുരിതവും ഏറിയ ആളുകളാണെങ്കിലും ഇതെല്ലാം ഇനി മുതൽ മറന്നേക്കൂ. ഇതുവരെ അനുഭവിച്ച യാതനകൾക്കൊന്നും ഇനി മുതൽ സ്ഥാനമില്ല. ഇനി അവർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് വന്നു ചേരുക. ജീവിതം ഇനി അവർക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നു. മംഗളകർമ്മങ്ങൾ, മംഗളകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി മുതൽ ഇനി അവർക്ക് പരാജയഭീതിയില്ലാതെ ദുഃഖവും ദുരിതവുമില്ലാതെ ജീവിതം സന്തോഷത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേർന്ന് നല്ല ദിനങ്ങൾ എത്തപ്പെടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനാശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്ന, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ഇവർക്ക് ചിലവിധ തടസ്സങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നു. ഇവർക്ക് കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനപ്രയാസം, സന്തോഷക്കുറവ് എന്നുവേണ്ട ശാരീരിക അസ്വസ്ഥതകൾ, രോഗദുരിതങ്ങളൊക്കെ വന്നു ചേർന്നിരുന്നു. ഇനി ഇവർക്ക് എത്ര തന്നെ ദുഃഖം ഉണ്ടായെങ്കിൽ പോലും ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകും. കാരണം സമയം മെച്ചപ്പെടുന്ന സാഹചര്യങ്ങളാണ്. മോശം കാലാവസ്ഥകൾ, മോശം കാലം തന്നെ ഇവർക്ക് മറികടക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലും തൊഴിൽ ഇടത്തും ഇവർക്ക് നല്ല പേരും പെരുമയും കീർത്തിയും ഒക്കെ ഉണ്ടാകും. സ്വസ്ഥമായ മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ ജീവിതത്തിൽ എന്തൊരു നേട്ടമുണ്ടെങ്കിലും അതിനെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ തടസ്സം, ധനവരുമാനമില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഇതൊക്കെ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. മാനസിക വെല്ലുവിളികളെ, അതായത് ഒരുപാട് കർശനമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാകാതെ വന്നിരുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർക്ക് നിലനിന്നിരുന്നു. ഇവർക്ക് ധനവരുമാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇനി അങ്ങോട്ട് കാണുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ മോശം കാലാവസ്ഥകൾ കഴിയുന്നു. നേട്ടത്തിന്റെ തുടക്കം ഇവർക്ക് ഇപ്പോൾ മുതൽ ആരംഭിക്കുന്ന സമയം കൂടിയാണ്. ജീവിതം മെച്ചത്തിലേക്ക് എത്തുന്നു. ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടുന്നു. നഷ്ടബോധമില്ലാതെ ഇവർ കാര്യതടസ്സമില്ലാതെ നല്ലൊരു തൊഴിൽ ലഭിക്കുകയും കുടുംബത്തിലെ സ്വസ്ഥമായ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് ഭാഗ്യം ഇവരെ വളരെ കൂടുതൽ കടാക്ഷിക്കുന്നു. നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിജയം ഇവർക്കൊപ്പം ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഉയർന്ന വിദ്യാ ലാഭമാണ് ഇവർക്ക് വരുന്നത്. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും മികച്ച വിദ്യാലാഭവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതം കഷ്ടപ്പാടുകളും ദുരിതവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മികവുറ്റ നേതൃത്വം, മികവുറ്റ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികവുറ്റ നേട്ടത്തോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സമയമാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. അതിമികച്ച നേട്ടമാണ് ഇവർക്ക് വരുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന സമയമാണ് വന്നിരിക്കുന്നത്.
ധനവരുമാനം വർദ്ധിക്കുന്നു. കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറുന്നു. ഇതിന് അവർ ഈശ്വരനോട് കടപ്പാടുണ്ടായിരിക്കണം. ഈശ്വര കാരുണ്യം ഉണ്ടാകുന്ന സമയത്താണ് ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്നത്. ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളൊക്കെ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു. കാര്യതടസ്സം ഇവർക്കുണ്ടാകില്ല. മനസമാധാനം ഉണ്ടാകും. സ്ഥാനലബ്ധി, ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരും. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നു. പ്രവർത്തന മികവ് കൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യുന്നു. ധനവരുമാനമുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യത ഇവയൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വലിയ നേട്ടത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കും. ഇഷ്ടകാര്യലബ്ധിയാണ് ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ. അടുത്ത നക്ഷത്രം പൂർണ്ണമാണ്. പൂർണ്ണ നക്ഷത്രക്കാർക്ക് ഇവർക്ക് കുടുംബ ഐശ്വര്യം നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ്. ഈശ്വരാധീനം ഇവരെ വലിയ തോതിൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. മികവുറ്റ നേതൃത്വം, മികവുറ്റ അവസരങ്ങൾ, അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടമൊക്കെയാണ് ഇവരെ കടാക്ഷിക്ക് നിർത്തുന്ന സമയം. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ എത്തിയിരിക്കുന്ന സമയം കൂടിയാണ്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സമ്പന്ന പദവി ഒക്കെ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ജീവിതം സന്തോഷത്തിന്റെയും ഉയർച്ചയുടെയും കാലഘട്ടത്തിലേക്ക് എത്തുന്നു. കഷ്ടകാലം തീരുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതം നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. മികവുറ്റ നേതൃത്വം, മികവുറ്റ ഉയർച്ച ഒക്കെ ഇവർക്ക് നേടാനുള്ള അവസരങ്ങൾ കണ്ടു തുടങ്ങുന്നു. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കലഹമില്ലാതെ കുടുംബത്തിലെ ഐശ്വര്യവും സന്താനങ്ങളുടെ ഉയർച്ചയും കാണാൻ സാധിക്കുന്നു. അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. ലോട്ടറി ഭാഗ്യത്തിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാക്കുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാകുന്നു. വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ധനവരുമാനം ഉണ്ടാകുന്നു. ധനപരമായിട്ടുള്ള വലിയ പുരോഗതി തന്നെയാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളും ബന്ധുക്കളുടെ സ്നേഹവായ്പും ഒക്കെ കിട്ടാനുള്ള ആഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മനപ്രയാസമില്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും എത്തിത്തുടങ്ങുന്ന സമയമാണ്. ഇവർ നേട്ടത്തിലേക്ക് എത്തുന്നു. വിജയകരമായ തുടക്കങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. മികവുറ്റ നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മത്സര പരീക്ഷയിൽ വിജയമുണ്ടാകുന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു തുടങ്ങുന്നു. ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടമാണോ, ഉയർച്ചയാണോ, സാമ്പത്തിക അഭിവൃദ്ധിയാണോ വന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും എന്നതും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമസ്കാരം.